കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലിയോ മാർപ്പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക പര്യടനം ആരംഭിച്ചു. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിക്ക് പുതിയ അണ്ടർ സെക്രട്ടറി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫാത്തിമ രൂപം ബ്രസീലിൽ അനാച്ഛാദനം ചെയ്തു. നാസികൾ കൊലപ്പെടുത്തിയ 2 വൈദികരുടെ രക്തസാക്ഷിത്വം മാർപ്പാപ്പ അംഗീകരിച്ചു. തീർത്ഥാടനങ്ങൾ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ കണ്ടുമുട്ടാനുള്ള സ്ഥലവും സമയവും ഒരുക്കുന്നു മാർപ്പാപ്പ. വാർത്തകൾ വിശദമായി. ലിയോ മാർപ്പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക പര്യടനം ആരംഭിച്ചു. നവംബർ 27 മുതൽ 30 വരെ തുർക്കിയും നവംബർ 30 മുതൽ ഡിസംബർ 2 വരെ ലെബനോനും പാപ്പ സന്ദർശിക്കും. 2025 മെയ്യിൽ സ്ഥാനമേറ്റതിനു ശേഷം ലിയോ പാപ്പ നടത്തുന്ന ആദ്യത്തെ അപ്പസ്തോലിക പര്യടനമാണ് ഇത്. നിക്ക കൗൺസിലിന്റെ 1700ാമത് വാർഷികം പ്രമാണിച്ചാണ് പാപ്പയുടെ സന്ദർശനം. കോൺസ്റ്റാന്റിനോപ്പിളിലെ ബെർത്തലോമിയോ ഒന്നാമന്റെ ക്ഷണപ്രകാരമാണ് പാപ്പ തുർക്കി സന്ദർശിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ ഇതിനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയായിരുന്നു. 1967 പോൾ 6 പാപ്പയും 2014 ഫ്രാൻസിസ് മാർപ്പാപ്പയും തുർക്കി സന്ദർശിച്ചിട്ടുണ്ട്. സമഗ്ര മാനവിക വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിക്ക് പുതിയ അണ്ടർ സെക്രട്ടറി. സമഗ്ര മാനവിക വികസനത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പുതിയ അണ്ടർ സെക്രട്ടറിയായി സ്ലോവാക്യൻ സ്വദേശി മോൺസിഞ്ഞോർ ജോസഫ് ബെർലാഷിനെ ലിയോ 14 പാപ്പ നിയമിച്ചു. 2020 ഒക്ടോബർ മുതൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ പൊതുകാര്യങ്ങൾക്കായുള്ള വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു മോൺസിഞ്ഞോർ ജോസഫ്. മനുഷ്യ വ്യക്തിയെയും അവന് ദൈവം നൽകിയ അന്തസ്സിനെയും മനുഷ്യാവകാശങ്ങളെയും ആരോഗ്യത്തെയും നീതിയെയും സമാധാനത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സമഗ്ര മാനവിക വികസനത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫാത്തിമ രൂപം ബ്രസീലിൽ അനാച്ഛാദനം ചെയ്തു. സിയേറെ സംസ്ഥാനത്ത് ക്രോട്ടോയിലെ മരിയൻ ജൂബിലിയുടെ സമാപനത്തിലാണ് ഫാത്തിമ രൂപം അനാച്ഛാദനം ചെയ്തത്. 177 അടി ഉയരമുള്ളതാണ് ഈ രൂപം. നാസികൾ കൊലപ്പെടുത്തിയ 2 വൈദികരുടെ രക്തസാക്ഷിത്വം മാർപ്പാപ്പ അംഗീകരിച്ചു. വിശ്വാസത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ഫാദർ ഉബാൾഡോ മാർഷിയോണിയുടെയും ഫാദർ നിക്കോള കാപ്പലിയുടെയും രക്തസാക്ഷിത്വം ലിയോ മാർപ്പാപ്പ അംഗീകരിച്ചു. നാസി ഭരണകാലത്താണ് ഇരുവരെയും വെടിവെച്ചു കൊന്നത്. യഥാക്രമം 26ഉം 32ഉം വയസ്സായിരുന്നു ഈ വൈദികർക്ക്. പാപ്പ ഇവരുടെ മരണത്തെ രക്തസാക്ഷിത്വമായി അംഗീകരിച്ചതോടെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. തീർത്ഥാടനങ്ങൾ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ കണ്ടുമുട്ടാനുള്ള സ്ഥലവും സമയവും ഒരുക്കുന്നു മാർപ്പാപ്പ. തീർത്ഥാടനങ്ങൾ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ കണ്ടുമുട്ടാനുള്ള സ്ഥലവും സമയവും ഒരുക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ. തീർത്ഥാടനത്തിന് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരു പ്രധാന പങ്കു വഹിക്കാനുണ്ട്. തീർത്ഥാടനങ്ങൾ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും നമ്മെ അകറ്റുകയും ദൈവത്തിന്റെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കാനുള്ള സ്ഥലവും നിശബ്ദതയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ലാത്വിയയിൽ നിന്നെത്തിയ ജൂബിലി തീർത്ഥാടകർക്ക് അനുവദിച്ച സ്വകാര്യ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത കാത്തലിക് അപ്ഡേറ്റ്സുമായി നമുക്ക് ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.